ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇത് ഡോണറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മുട്ട ബൗളിൽ ഒഴിച്ചിട്ടുണ്ട്. ഈസ്റ്റ്, പഞ്ചസാര, പാല് എല്ലാം കൂടി മിക്സ് ആക്കിയത്. അളവെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഡോണറ്റിന് വേണ്ടിയിട്ട് 2.25 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറും ഇട്ട് നമ്മൾ നേരത്തെ കലക്കി വെച്ച മുട്ട മിക്സും കൂടി ചേർത്തിട്ട് നന്നായി കുഴച്ചെടുക്കണം. ഞാനത് കുഴച്ച് കൊണ്ടുവരാം. നമ്മുടെ മാവ് നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട്. നമ്മൾ കൈ കൊണ്ട് കുഴക്കുകയാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഫുഡ് പ്രോസസ്സറിലാണ് കുഴച്ചത്. നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇതൊരു 2.5-3 മണിക്കൂർ നമുക്കൊന്ന് കവർ ചെയ്ത് വെക്കാം. നമ്മുടെ ഡവൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നമുക്കിതൊന്നെടുത്ത് കൗണ്ടർ ടോപ്പിലിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കാം. ഇങ്ങനെ നമുക്കിതൊന്ന് മുറിച്ച് ഓരോ ബോളാക്കി എടുക്കാം. ഞാനിതെല്ലാം ബോളാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതിൽ നിന്നൊരു 8 ഡോണറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതിനി ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. കൈ വെച്ച് പതുക്കനൊന്ന് പരത്തിയെടുക്കാം. ഡോണറ്റെല്ലാം ഇവിടെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് പരത്തി വെച്ചിട്ട്. ഓയിൽ ചൂടായിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഡോണറ്റ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഡോണറ്റെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഷുഗർ പൗഡർ കോട്ട് ചെയ്ത് കൊടുക്കാം. നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ ഡോണറ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഡോണറ്റെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് നല്ല സോഫ്റ്റാണ്. നമ്മുടെ വായിലിട്ടെല്ലാം അലിഞ്ഞ് പോകുന്ന വിധത്തിൽ ഡോണറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം.